ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഖീസ് വ്ലോഗ്. ഇന്ന് മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ അഖണ്ഡധാമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കിച്ചും ഒക്കെ പോവുകയാണ്. അപ്പം എനിക്ക് തോന്നി ആ മാണിക്യപുരത്തപ്പനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. വള്ളുവനാട്ടിലെ തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആദ്യം തിരുമാതാംകുന്ന് തൊഴുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് തളി ക്ഷേത്രമുണ്ട് ശിവഭഗവാന്റെ, അവിടെ തൊഴുതിട്ട് തിരുമാതാംകുന്ന അമ്മേനെയും തൊഴുതിട്ട് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ഒരു 30 രൂപ വഴിയുള്ളൂ ഈ മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രത്തേക്ക്. അല്ല, നടന്നിട്ടാണെങ്കിൽ അങ്ങനെയും പോവാം. അപ്പോൾ ഈ അയ്യപ്പ ക്ഷേത്രം പറഞ്ഞത് ഏറ്റവും പ്രസിദ്ധമായത് കാര്യസാധ്യ പുഷ്പാഞ്ജലിക്കാണ്. അയ്യപ്പ സ്വാമീനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചിട്ട് വിവാഹം, അതുപോലെ തന്നെ നമുക്ക് വല്ല ജോലി, ഉന്നത വിദ്യാഭ്യാസം, ഇത് എന്ത് കാര്യമാണെങ്കിലും അയ്യപ്പ സ്വാമീനെ മാണിക്യപുരത്തപ്പനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് കാര്യസാധ്യ പുഷ്പാഞ്ജലി കഴിക്കുക. കാര്യസാധ്യ പുഷ്പാഞ്ജലി നമ്മൾ 1 വർഷത്തിനാണ് കഴിക്കേണ്ടത്. ഭഗവാൻ എന്തായാലും നമ്മുടെ ആ കാര്യം സാധിപ്പിച്ച് തരുമെന്നാണ് മാണിക്യപുരം ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിനത്. ഒരുപാട് ഭക്തജനങ്ങൾ കാര്യസാധ്യ പുഷ്പാഞ്ജലി നടത്താറുണ്ട്. എല്ലാ ദിവസവും അമ്പലമുണ്ട്, പക്ഷേ കുറച്ച് നേരെ അമ്പലം ഉണ്ടാവും. 30 ബുധനാഴ്ചകളിൽ കുറച്ച് കൂടുതൽ ഉണ്ടാവും. എല്ലാ ശനിയാഴ്ചകളിലും കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി നടത്തും. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാവും. വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന റൂട്ടാണിത്. അവിടെ അങ്ങാടിപ്പുറത്ത് ഇറങ്ങണം.
നമ്മളെ മാണിക്യപുരത്തപ്പനൊക്കെ കണ്ടു, തൊഴുതു. പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യയൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് അയയ്ക്കുക. നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.